ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുമെന്ന് അറിയാവുന്നുണ്ടല്ലേ അന്ന് മീരയും സൂരജും ആദർശിന്റെ കേസിന്റെ പിന്നാലെ പോയപ്പോ ഞാൻ തടഞ്ഞത്. അപ്പൊ ബീന പോലും എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? അല്ല, അത് പിന്നെ ആദർശിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ ഹരിയേട്ട? മീരയ്ക്കൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ആദർശ് തിരിച്ചു വന്നല്ലേ പറ്റൂ. അതെ, അപ്പൊ ഇത്തരം അപകടങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ടായിന്ന് വരും. എനിക്ക് വേണ്ടി സൂരജൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതില് എനിക്ക് നല്ല വിഷമമുണ്ട്. അതിന് മീര എന്ത് തെറ്റാ ചെയ്തത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഇനി കൂടുതൽ ശ്രദ്ധ വേണം. ഇതിന്റെയൊക്കെ പിന്നില് നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ കരുത്തരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ആരായാലും എന്റെ മോനെ ഈ രീതിയിൽ ഉപദ്രവിച്ചതിന് അവർ ശരിക്കും അനുഭവിക്കും. എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ബീന, സൂരജനെ അകത്ത് കൊണ്ടുപോകും. പോയി റെസ്റ്റ് എടുക്ക. അതൊന്നും വേണ്ട ഹരിയച്ച, എനിക്ക് ക്ഷീണമൊന്നുമില്ല. അത് നീയാണോ തീരുമാനിക്കുന്നേ? മര്യാദയ്ക്ക് അകത്ത് വന്ന് കിടന്നു. ഞാൻ പറയുന്നത് പോലെ ഭക്ഷണവും റെസ്റ്റും ഒക്കെ വേണം. ദബീനമ്മേ, സൂരജന്റെ മെഡിസിൻസാ. കഴിക്കേണ്ട സമയം അതിൽ എഴുതിയിട്ടുണ്ട്. പാവ സൂരജ് എന്നെ സഹായിക്കാൻ ശ്രമിച്ചതുകൊണ്ടല്ലേ ഈ അവസ്ഥ വന്നത്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതോർത്ത് മോള് വിഷമിക്കണ്ട. മോള് നന്നായിട്ട് സൂക്ഷിക്കണം. അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ തോറ്റോ പേടിച്ചോ ഞാൻ പിന്മാറില്ല. ആദർശനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും സഹിക്കാനും തയ്യാറാ. മോളുടെ ഈ ആത്മവിശ്വാസവും ധൈര്യവും കാണുമ്പോൾ സന്തോഷം തോന്നുന്നത് പോലെ തന്നെ എനിക്ക് നല്ല പേടിയുണ്ട്. ശരിക്കും ആരാ സൂരജനെ ഉപദ്രവിച്ചതെന്ന് മോൾക്ക് വല്ല സൂചനയുണ്ടോ? ഇല്ല അച്ഛാ, ഞാൻ ക്ഷേത്രത്തിനകത്തായിരുന്നപ്പോഴാ സംഭവം. പിന്നെ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഇതായതുകൊണ്ടാ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആകുമെന്ന് സംശയിച്ചത്. എന്തായാലും കൂടുതലൊന്നും സംഭവിക്കാത്ത ഭാഗ്യമായി മോളെ. നല്ല വേദനയുണ്ടോ മോനെ? അടി കൊണ്ടാ പിന്നെ വേദന ഉണ്ടാവില്ലേ? എന്നാലും ഇത് എങ്ങനെയാ സംഭവിച്ചത്? നീ എന്തിനാ തല്ലുകൊള്ളാൻ നിന്ന് കൊടുത്തത്? നിനക്ക് ഓടി രക്ഷപ്പെട്ടുകൂടായിരുന്നോ? അതിനടിക്കാൻ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞോ? അമ്മ പറഞ്ഞതുപോലെ ഞാനാണ് എല്ലാം ചെയ്തതെന്നുള്ള രീതിയിൽ ഓഫീസിലുള്ള എല്ലാവരോടും വിളിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാ പ്രതീക്ഷിക്കാതെ ആരോ വന്ന് എന്നെ തല്ലിയത്. എന്നാലും വലിയ കഷ്ടമായി പോയി മോനെ. ആ ഒരു അടി കിട്ടിയതേ എനിക്ക് ഓർമ്മയുള്ളൂ അമ്മേ. ഞാൻ തലകറങ്ങി താഴെ വീണു. പിന്നെ മീര വന്ന് വിളിക്കുമ്പോഴാ എനിക്ക് ബോധം വന്നത്. ഏതായാലും ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. അത് തന്നെ വലിയ ഭാഗ്യം. അതെ അമ്മേ, ഞാനും അങ്ങനെ കരുതുന്നുള്ളൂ. ഒരു തരത്തിൽ പറഞ്ഞാ ഇങ്ങനെ ഒരു തല്ല് കിട്ടിയ നന്നായി. ഇപ്പോ ഹരിയേട്ടനും മീരയ്ക്കും എല്ലാം നിന്നോടൊരു സിമ്പതി തോന്നുന്നുണ്ട്. അത് നീ മുതലാക്കണം. വേണ്ടമ്മേ, ഇതുവരെ ഞാൻ ഓരോന്ന് ചെയ്ത് അമ്മ പറയുന്നത് കേട്ട് എൻ്റെ ലാഭം മനസ്സിൽ കണ്ടിട്ടാ. പക്ഷേ ഇനി അത് വേണ്ട. ഇപ്പോൾ ഈ അടി കിട്ടിയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും അത് തന്നെ. നീ എന്തൊക്കെയാടാ ഈ വിളിച്ചു പറയുന്നത്? എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഹരിയച്ചനും മീരയും എന്നെ സ്വന്തമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞാനോ എൻ്റെ കൂടപ്പിറപ്പായോ സഹോദരിയോ കണ്ടിട്ട് മീരയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്ത് ചെയ്യുന്നതിന് പിന്നിലും സ്വാർത്ഥമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇനി അത് വേണ്ട. മീര ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇനി അവൾക്കൊപ്പം ആത്മാർത്ഥമായിട്ട് നിൽക്കാനാ ഇനി എൻ്റെ തീരുമാനം. നീ എന്താ തലയടിച്ചാണോ വീണത്? ഇത്ര പെട്ടെന്നങ്ങ് മഹാത്മാവാൻ വേണ്ടി? ഞാൻ പറയുന്നതല്ലേ അമ്മേ ശരി. ഞാനിങ്ങനെ സ്വാർത്ഥതയോടെ മീരയ്ക്കൊപ്പം നിന്നില്ലെങ്കിലും എന്നെ അവൾ സഹായിക്കും. പിന്നെ ഞാൻ മാത്രം എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? എന്റെ സൂരജെ, നിന്റെ ഈ ചിന്താഗതി തെറ്റാ. എത്രയൊക്കെ സ്വന്തം എന്ന് പറഞ്ഞാലും മീര നിന്റെ സ്വന്തം സഹോദരി അല്ല. ഹരിയേട്ടന്റെയും മീരയുടെ മനസ്സിൽ അത് എപ്പോഴും ഉണ്ടാവും. അപ്പൊ പിന്നെ നീ ഇങ്ങനെ സത്യവാൻ കളിക്കാൻ നിൽക്കാതെ എടാ, കിട്ടിയ അവസരം മുതലാക്കാൻ ശ്രമിക്കണം. ഇപ്പൊ നിനക്ക് അനുകൂലമായി വന്ന ഈ സാഹചര്യത്തിലൂടെ ആദർശിന്റെ വീട്ടുകാരുടെ മനസ്സിലും സ്ഥാനം പിടിക്കാൻ നോക്കണം. പിന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യവും നേടിയെടുക്കണം. നീ എന്താ ഒന്നും പറയാത്തെ? ഞാൻ പറയുന്ന ഒന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ? അമ്മ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെ ആൾക്കാരെ ബോധിപ്പിക്കാൻ മാത്രമായിട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? ഒരുപക്ഷെ ആ സ്ഥാപനത്തിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയെന്നും വരാം. പക്ഷേ
അതിലെനിക്കൊരു മനസ്സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ ജോലി എന്തിനാ അമ്മേ? നിനക്ക് മനസമാധാനം കിട്ടാതിരിക്കാനേ എന്താ ഉള്ളത്? നമ്മൾ ഈ കഷ്ടപ്പെട്ടത് മുഴുവൻ അതിനു വേണ്ടിയല്ലേടാ, പിന്നെന്താ? അതൊക്കെ ശരിയാ. ഞാൻ എല്ലാം ചെയ്തത് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാ. ഇനി അത് വേണ്ടമ്മേ. ഇനി മുതൽ ഞാൻ എന്ത് ചെയ്താലും അതെൻ്റെ മനസാക്ഷിക്ക് ശരിയാണെന്ന് തോന്നുന്നത് മാത്രമായിരിക്കും. ഇവൻ ഇത് എന്ത് ഭ്രാന്താ പിടിച്ചത് എന്റെ ദൈവമേ! ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു സമയം വരുമ്പോ ഇവൻ വേറെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ദേ സൂരജെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നമ്മൾ ഇതുവരെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത് വ്യക്തമായൊരു ലക്ഷ്യം മനസ്സിൽ വെച്ചോണ്ടാ. തുടർന്നും അങ്ങനെ തന്നെ വേണം. നിന്റെ ജീവിതം നല്ല നിലയിലാവണം. അത് കാണാൻ വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. അമ്മേ, ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ഞാൻ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇനിയെങ്കിലും മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ ജീവിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അടി കൊണ്ടതിന്റെ ടെൻഷനും വേദനയൊക്കെ കാരണം നീ അസ്വസ്ഥനാ. അതാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇല്ലമ്മേ, ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ പറയുന്നത്. അമ്മയ്ക്ക് മനസ്സിലായി. എന്റെ മോൻ ഒരു കാര്യം മാത്രം ഓർത്താ മതി. അമ്മ നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ സംസാരിക്കൂ. ഈ ലോകത്ത് നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമെല്ലാം അമ്മയാ. അതെനിക്കറിയാമേ. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ആലോചിച്ചാൽ അമ്മയ്ക്ക് മനസ്സിലാവും. ശരി, മോ റെസ്റ്റ് എടുക്ക്. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. സൂരജിനെ അവര് ഒരുപാട് തല്ലിയോ? ഹോസ്പിറ്റലിൽ പോയല്ലോ അല്ലേ? പുളിയിലിട്ട് വെള്ളം ചൂടാക്കി കുളിക്കുന്നത് നല്ലതാ, വേദന കുറയും. അവരാരാ എന്താന്ന് വല്ല വിവരം കിട്ടിയിരുന്നെങ്കിൽ പോലീസ് പരാതി കൊടുക്കായിരുന്നു. വെറുതെ ഇരിക്കുന്ന ഒരാളെ ചുമ്മാ ഒന്ന് തല്ലിയിട്ട് പോവാന്ന് പറഞ്ഞാല് എന്തൊരു കഷ്ടമായത്. മീര അവരൊന്നും ചെയ്തില്ലല്ലോ അല്ലേ? ആണോ? ശരി ശരി, എന്നാ കോളെടുത്തോ, ഞാൻ പിന്നെ വിളിച്ചോളാം. എന്താ മനോജേട്ടാ? താനിവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞാനവിടെ പോവാനാ. ആരാ വിളിച്ചത്? ഹരിയാണോ? എന്താ തല്ല് കിട്ടിയെന്നൊക്കെ പറയുന്ന കേട്ടു. എന്താ പ്രശ്നം? അത് സൂരജിനെ ആരോ തല്ലി. ആ സമയത്ത് മീരയും കൂടെ ഉണ്ടായിരുന്നു. എന്തിനാ തല്ലിയത്? അത് പിന്നെ ആരായി വന്നേ? ഹായ്. മോനെ, എടാ മോനെ, നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അല്ല, ഇങ്ങോട്ട് വരണമെന്ന് തോന്നി, അതാ വന്നത്. വാ. അച്ഛാ. എടാ, നീ വണ്ടി ട്രെയിനിൽ അയച്ചോ? ഇല്ല അച്ഛാ, അത് അവിടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചു. അധികം വൈകാതെ അവിടേക്ക് തന്നെ തിരിച്ചു പോണം. ഇവിടെ തൽക്കാലം നമ്മുടെ വണ്ടിയോ ഹരിയങ്ങളുടെ വണ്ടിയോ ഒക്കെ എടുക്കാമല്ലോ. അല്ലെങ്കിൽ മീരയുടെ വീട്ടില് ആവശ്യത്തിൽ കൂടുതൽ വണ്ടികളുണ്ടല്ലോ. അല്ല, ഈ ഹരിയുടെ മീരയുടെ ഒക്കെ വണ്ടി എന്തിനാ നിനക്ക്? മീരയും ആദർശേട്ടനൊക്കെ ഒരു ക്രൈസിസിലല്ലേ, അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. അയ്യോ എന്റെ ദൈവമേ, ഞാനെന്താ സ്വപ്നം കാണുവാണോ? ഒരു വിളിയോ മെസ്സേജോ ഒന്നും ഇല്ലാതെ ഇതിപ്പോ എവിടുന്ന പൊട്ടി വീണത്? അവന് ആവശ്യമുള്ളവരൊക്കെ അവൻ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നൊക്കെ ഉണ്ട്. എന്താ തന്നെ ഇത്? വന്ന് കേറിയപ്പോ തന്നെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയോ നീ? പിന്നെ ഞാനിതെങ്ങനെ പറയാതിരിക്കും മനോജേട്ടാ? ഞാൻ ഇവന്റെ അമ്മയല്ലേ. ഇവനെ ഒന്ന് കാണാൻ കൊതി തോന്നിയിട്ട് നാഴിക്ക് 40 വട്ടം വിളിച്ചാൽ പോലും ഈ വഴിയൊന്ന് തിരിഞ്ഞു നോക്കില്ല. ഇപ്പൊ മീരയെ സഹായിക്കാനെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. ഇവൻ അവർക്ക് വേണ്ടി ആ വ്ലോഗ് ചെയ്തപ്പോ ഇവനെ തിരക്കി ഇവിടെ പാർട്ടിക്കാർ വന്ന് ഭീഷണിപ്പെടുത്തിട്ട് പോയതാ. അന്ന് ഞാൻ ഫോൺ ചെയ്ത് എല്ലാം നിർത്തിക്കൊള്ളാൻ ഇവനോട് പറഞ്ഞതാ. എന്നിട്ട് എന്ത് ധൈര്യത്തിൽ ഇവനിപ്പോ മീരയെ സഹായിക്കാൻ വന്നത്? ഇപ്പൊ മീരയെ സൂരജും കൂടെ എവിടെ പോയപ്പോ സൂരജിനാരോ തല്ലിന്ന് മനോജ് കോൾ വന്നിട്ട് വച്ചതേ ഉള്ളൂ. സൂരജിനെ തല്ലിയോ? നല്ല തല്ല് കിട്ടി. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ അച്ഛാ.
എനിക്കിപ്പോൾ കോള് വന്നതേ ഉള്ളൂ. അതെന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. അതിത്ര അറിയാൻ എന്തിരിക്കുന്നു? മീരയുടെ കൂടെ ഒരാളെ കണ്ടപ്പോ വിശാലാണെന്ന് കരുതി ഇനി വ്ലോഗ് എടുക്കാതിരിക്കാനും അവളെ സഹായിക്കാതിരിക്കാനുമായിട്ട് തല്ലിയതായിരിക്കും. ഓ, എത്ര പെട്ടെന്ന് അമ്മ ഓരോ കഥ ഉണ്ടാക്കുന്ന. വിശാലേട്ടനെ സൂരജേട്ടനെ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവില്ലേ? അമ്മ ഞാൻ മീരെ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതല്ലേ, നീ അതൊന്നും കാര്യമാക്കണ്ട. ആഹാ, അതുകൊള്ളാലോ. ഞാൻ പറയുന്നത് വകവയ്ക്കാതെ നിന്റെ തോന്നിവാസത്തിന് ഓരോന്ന് ചെയ്തു കൂട്ടാൻ വേണ്ടിയാണ് നീ ഇങ്ങോട്ട് വന്നതെങ്കിൽ വന്ന വഴി തിരിച്ചു പൊയ്ക്കോണം. എന്റെ വാക്കിന് വില തരാത്ത ആരും ഈ വീട്ടിൽ താമസിക്കാനും അവർക്ക് വെച്ചുണ്ടാക്കി തരാനും എനിക്ക് വയ്യ. അതെ, ആ ഓട്ടോ പോയില്ലെങ്കിൽ നീ അതിൽ തന്നെ തിരിച്ചു പൊയ്ക്കോ. എനിക്ക് തിരിച്ചു പോകാൻ ആ ഓട്ടോയൊന്നും വേണ്ട. ആ റോഡിലേക്ക് ഇറങ്ങിന്നാലേ വേറെ വണ്ടി കിട്ടും. തർക്കത്തരം പറയുന്നോടാ, അത്രയ്ക്ക് വളർന്നോ നീ? എന്നാ നീ പോടാ, ഇറങ്ങിപ്പോ. എന്ത് തന്നെ ഇത്? നീ അകത്തേക്ക് പോയി ബാഗ് വെച്ച് റെസ്റ്റ് എടുക്ക്. വിദ്യ അവനെ വിളിച്ചോണ്ടോ? ആ, ഏട്ടാ. ചെല്ലു ചെല്ലു. നിനക്ക് എന്തിന്റെ കേടാ തന്നെ? അവൻ വന്ന് കയറി ഇവിടെ മഴക്കുണ്ടാകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? പിന്നെ അവൻ പറഞ്ഞത് മനോജേട്ടൻ കേട്ടില്ലേ? പിള്ളേര് തുള്ളുന്ന താളത്തിന് നമ്മൾ നിന്നു കൊടുത്താലേ അവര് കൈവിട്ടു പോവും. ആവശ്യത്തിൽ കൂടുതൽ നിയന്ത്രിക്കാൻ പോയാലും അവര് കൈവിട്ടു പോവും. അവൻ തനിയെ ലോകം ചുറ്റി നടക്കുന്നവനാ, അത് നീ മറക്കരുത്. നീ അവനോട് ഇറങ്ങിപ്പോവാൻ പറയുമ്പോൾ അവൻ ഇറങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? പിന്നെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അതാരോടായാലും അങ്ങനെ തന്നെ. കേൾക്കുന്നവരുടെ മാനസികാവസ്ഥ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അവനെ ഞാൻ 10 മാസം ചുമന്ന് പ്രസവിച്ച എന്റെ മോന. അളന്നു കുറിച്ച് സംസാരിക്കാൻ അവൻ വഴിയെ പോയ ആളൊന്നും അല്ലല്ലോ. എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഞാൻ പറയും. അങ്ങനെ അവൻ ഇറങ്ങിപ്പോയാ എവിടെ വരെ പോകുന്നിരിക്കുന്ന അറിയണമല്ലോ. അവന്റെ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. എന്റെ മോനെ നോക്കാനേ എനിക്കറിയാം. സൂരജിനെ ആരാ തല്ലിയെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ? ഇല്ലമ്മേ, ഞാൻ ചെല്ലുമ്പോൾ സൂരജ് അടികൊണ്ട് കിടക്കായിരുന്നു. ഫ്ലാറ്റിന്റെ കാര്യത്തിന് വേണ്ടി സൂരജ് ഇടപെട്ടിരുന്നല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ഇതിന് പിന്നിലെന്നാ തോന്നുന്നത്. അതൊന്നും ആകില്ലമ്മേ. ആ സൂരജിന്റെ സ്വഭാവം വെച്ച് അവൻ എവിടെന്നെങ്കിലും ഒക്കെ അടിയിട്ടേണ്ടത് തന്നെയാ. അങ്ങനെയല്ല ചേച്ചി, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടല്ലേ സൂരജിന് അങ്ങനെ ഒരു അവസ്ഥ വന്നത്. എന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ്? അവനെന്താ അത്ര മാന്യനാണോ? ഒരു വഴക്കിനും ബഹളത്തിനും പോവാത്ത ആളാണോ? അവന്റെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അബി, അങ്ങനെയൊന്നും പറയണ്ട. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നടന്നപ്പോഴാണ് സൂരജിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയതെങ്കിൽ നീ പറയുന്നത് ശരിയല്ല. അതെനിക്കറിയാം അമ്മേ. പക്ഷേ ആ സൂരജിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ അവൻ നമ്മളെ സഹായിക്കാൻ നടക്കുന്നത് അത്ര നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ ലക്ഷ്യം മറ്റു പലതുമാണ്. സൂരജിന്റെ സ്വഭാവം 100% നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആദർശന് വേണ്ടി സൂരജ് എനിക്കൊപ്പം നിൽക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. ഇപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലും എന്നെ സഹായിക്കണമെന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാ സൂരജ്. ഏതായാലും കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. അതെ അമ്മ. അതുമാത്രല്ല, മനോജമ്മാവിന്റെ മകൻ വിശാലേട്ടനും എനിക്കൊപ്പം ഉണ്ടാവുന്ന വാക്ക് തന്നിട്ടുണ്ട്. നിനക്കൊപ്പമോ? അതെ, ആദർശേട്ടന്റെ കാര്യത്തില് എന്ത് സഹായത്തിനും ഒപ്പം ഉണ്ടാവും. അന്ന് ഫ്ലാറ്റിന്റെ കാര്യത്തില് നമുക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടായത് വിശാലേട്ടൻ കാരണോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ച ശേഷം ആദർശ ജയിലിലാവുന്നത്. പിന്നെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഡിലേ. അവര് വെറുതെ ഇരിക്കുന്ന ആളുകളല്ലല്ലോ, തിരക്കുണ്ടാവില്ലേ? അതുകൊണ്ട് താമസിച്ചതാവും. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരു വ്ലോഗ് ഇട്ടതിന്റെ പേരില് ഇത്ര വലിയൊരു ഇഷ്യൂ പരിഹരിക്കപ്പെടാനൊന്നും പോകുന്നില്ല. അങ്ങനെയല്ല ചേച്ചി, സോഷ്യൽ മീഡിയ എല്ലാവരും ഭയക്കും. എത്ര വലിയ സ്ഥാനത്തിരിക്കുന്നവരെയും താഴെ കൊണ്ടുവരാൻ ഇന്ന് സോഷ്യൽ മീഡിയക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ സ്ഥാനമാനങ്ങളുള്ളവർ സോഷ്യൽ മീഡിയയിൽ വരുന്ന എത്ര ചെറിയ വാർത്തയെ പോലും പേടിക്കും. അത് മീര പറഞ്ഞ ശരിയാ. സോഷ്യൽ മീഡിയ കാരണം ജീവനൊടുക്കിയ ഒരുപാട് പേരുണ്ടല്ലോ നമുക്ക് ചുറ്റും. അതെ, വിശാലേട്ടൻ അക്കാര്യത്തിൽ നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. ശരി, ഞാനായിട്ട് ഇനി എതിർക്കുന്നില്ല. വിശാല് സഹായിക്കാന്നല്ലേ പറഞ്ഞത്? എല്ലാവരും കൂടി എങ്ങനെയെങ്കിലും ആദർശിനെ രക്ഷിക്കട്ടെ, അല്ലേ അമ്മേ?
ആദർശേട്ടൻ രക്ഷപ്പെടും. ഇപ്പൊ എനിക്ക് ആ ആത്മവിശ്വാസമുണ്ട്. ഇത്രയും നാളും നമ്മൾ തനിച്ചാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നതെന്നൊരു ചിന്തയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. ഓരോ ഭാഗത്തുനിന്നായി ഒരുപാട് പേര് സഹായിക്കാനായിട്ടുണ്ട്. ഈ പറഞ്ഞ ആൾക്കാർ മുഴുവൻ നമ്മളെ സഹായിക്കാൻ വേണ്ടി മാത്രം കൂടെ കൂടിയവരായാ മതിയായിരുന്നു. ആരുടെ വേണമെങ്കിലും കാല് പിടിക്കാനോ സഹായം ചോദിക്കാനോ ഞാൻ തയ്യാറാണ്. എന്റെ മകനെ ഒന്ന് രക്ഷിച്ചു തന്നാൽ മാത്രം മതി. അതിനുവേണ്ടി എനിക്കുള്ളതെല്ലാം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതൊന്നും വേണ്ടി വരില്ല അമ്മേ. ആദർശേട്ടൻ നിരപരാധിയാണെന്ന് നമ്മളെപ്പോലെ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. എന്തോ ഒരു സമയദോഷത്തിന്റെ പേരിലാ ആദർശേട്ടൻ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത്. തെറ്റ് ചെയ്യാത്ത ആദർശേട്ടനെ ഭഗവാൻ പരീക്ഷിക്കുകയുള്ളൂ, ശിക്ഷിക്കില്ല. ഇതൊക്കെ വെറുതെ പറയാൻ കൊള്ളാം. ഭഗവാന്റെ പരീക്ഷണമാണ് പോലും. എന്തിനാ ഇങ്ങനെ ഒരു പരീക്ഷണം? ഒരു തെറ്റും ചെയ്യാത്ത ആളെ കുറ്റവാളി എന്ന് മുദ്ര കുത്തി നരകിപ്പിച്ചിട്ട് അത് പരീക്ഷണമാണ്, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഒഴിയുന്നതില് എന്തർത്ഥം ഉള്ളത്? ശരിയാ അഭി പറഞ്ഞത്. ഞാനും എന്റെ മക്കളും ഈശ്വരൻ നിരക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല. എല്ലാരെയും സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഈശ്വരൻ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ തന്നപ്പോ ഇല്ലാത്തവർക്ക് കഴിയുന്നത് പോലെ കൊടുത്ത് സഹായിച്ചവരാണ് ഞങ്ങൾ. പിന്നെന്തിനാ ഈ പരീക്ഷണം? എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മ വിഷമിക്കാതെ. നമ്മുടെ വിഷമസമയം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നേ. ഇനി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിനുള്ള സമയം. ആദർശൻ ഉടനെ തിരിച്ചു വരും, അതെനിക്ക് ഉറപ്പാണ്. അബി, നിനക്കിതൊക്കെ ഒന്ന് വിരിച്ചിടാൻ പാടില്ലായിരുന്നോ? നിങ്ങൾ വിരിച്ചാലും ബെഡ് ക്ലീൻ ആവും. ഇത്തരം പണികള് ഭാര്യമാർക്ക് മാത്രം എഴുതി കിട്ടിയതൊന്നും അല്ലല്ലോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്ക്. എന്താണ് ഒരു മൂഡ് ഓഫ് ഉണ്ടല്ലോ? എന്താ കാര്യം? ഒന്നുമില്ല. ഇനി നിങ്ങളായിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അയ്യോ ഇല്ലേ, എനിക്ക് മനസമാധാനം മാത്രം മതിയേ. ഇങ്ങോട്ടിതാ. എങ്കി പിന്നെ നിനക്കിത് നേരത്തെ ആവായിരുന്നില്ലേ? നിന്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ, അതാണ് ഈ ദേഷ്യം. കാര്യം പറ അബി, എന്താ ഒരു സങ്കടം? സങ്കടമൊന്നുമല്ല, ആ മീരെ കുറിച്ച് ഓർത്തിട്ട് ഒരു സമാധാനക്കേട്. മീരയെ കുറിച്ച് ഓർത്തിട്ട് നിനക്കെന്താ സമാധാനക്കേട്? അവൾ ഈ വീട്ടിലേക്ക് വന്ന് കയറിയത് മുതലേ എനിക്ക് സമാധാനം ഇല്ലല്ലോ. ഇപ്പൊ തന്നെ ആന്റി ഉൾപ്പെടെ എല്ലാ പേരും അവളെ തലക്കേറ്റി വെച്ചിരിക്കുക. ആ ഫ്ലാറ്റിന്റെ പ്രശ്നം പരിഹരിച്ചത് അവളാണെന്ന മട്ടില്ല ആന്റിയുടെ പെരുമാറ്റം. അതിനെന്താ, അത് സത്യമല്ലേ? മീരയുടെ ബുദ്ധിപൂർവമായ ഇടപെടൽ കാരണം അത്രയും വലിയ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയത് തന്നെ. ഇനി നിങ്ങൾ കൂടി തുടങ്ങാതെ. എനിക്ക് അവളെ കാണുന്നത് തന്നെ കലിയ. ഇപ്പൊ അവൾക്ക് കൂട്ടിന് ആ സൂരജും ഉണ്ട്. അവൻ എന്നെ നമ്മുടെ ഓഫീസിൽ വന്ന് അപമാനിച്ചതിന്റെ കാരണം അവള് തന്നെയാ. അവള് മനഃപൂർവ്വം പറഞ്ഞ് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. നിന്റെ ചില നേരത്തെ പെരുമാറ്റവും വർത്തമാനവും ഒക്കെ കേട്ടാലേ ആർക്കായാലും ദേഷ്യം വരും. വെറുതെ എന്റെ വായിൽ നിന്നൊന്നും കേൾക്കരുത്. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ കാര്യം അവളോടാണെന്ന്. അല്ലെങ്കിലും ആളുകളെ സ്വാധീനിക്കാൻ അവൾക്കറിയാലോ. എന്തൊരു കഷ്ടമാണ് ഈശ്വര. പാവ ആദർശ് അനുഭവിക്കുന്നത് മുഴുവൻ അവനല്ലേ. അവന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് തന്നെ കാരണം അവളാ. നീ എന്ത് മണ്ടത്തരം അബി പറയുന്ന? ആദർശപ്പെട്ടിരിക്കുന്നതേ ഒരു കൊലക്കുറ്റത്തിന്. അതിന് ആ കുട്ടി എങ്ങനെ കാരണക്കാരിയാവുന്നത്? അവളുടെ ഐശ്വര്യം. ഭർത്താവിനൊപ്പം കഴിയാനുള്ള യോഗം അവൾക്കില്ല. അതാ ഇല്ലാത്ത ഓരോ കേസിന്റെ പേരിൽ അവന് ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. എനിക്കറിയാം ആദർശ് ജയിലിലായതില് മീരയ്ക്ക് യാതൊരു സങ്കടവും ഇല്ല. ഒരനുഗ്രഹമായിട്ടാ മീര അതിനെ കാണുന്നത്. ആദർശ് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ദിവസവും അവൾക്ക് വെളുപ്പാങ്കാലത്തെ ക്ഷേത്രത്തിൽ പോക്കല്ലായിരുന്നോ? അവൻ ജയിലിലായതിൽ പിന്നെ അങ്ങനൊരു പോക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? എന്താ മിണ്ടാത്തത്? എങ്കിൽ ഞാൻ പറയാം, ഇപ്പൊ സ്ഥിരമായൊരു പോക്കില്ല. അതിന് കാരണം വേറൊന്നും അല്ല, ആദർശ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ തോന്നിവാസം നടക്കുമല്ലോ. കാണേണ്ട ആളെ കാണാൻ
വെളുപ്പിനെ ഇറങ്ങി പോവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ദൈവദോഷം പറയാതെ അബി, മീര ആദർശിന്റെ കാര്യത്തിന് വേണ്ടിയാ ഓടി നടക്കുന്നത് തന്നെ. അതിലെന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? നിങ്ങൾ കൂടെ പോന്നൊന്നുമില്ലല്ലോ. എന്റെ വിഘ്നേഷേട്ട, അതൊക്കെ കള്ളവാ. അവളുടെ വെറും അടവ്. ആ പേരും പറഞ്ഞ ഓഫീസിൽ പോലും കയറാതെ അവൾ കറങ്ങി നടക്കുക. എനിക്കറിയാം, മീര ആദർശിനെ സ്നേഹിച്ചിട്ടൊന്നുമില്ല. അവൾക്ക് ആദർശിന്റെയും കുടുംബത്തിന്റെയും പണത്തിൽ മാത്രമാണ് ശ്രദ്ധ. അതിന് കൂട്ടിനാ ആ സൂരജിനെയും കൂട്ടിയിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ എന്റെ പാവ അനുജൻ അവളെ വിശ്വസിച്ച് സ്നേഹിക്കുവാ.